മഞ്ചേരിയിലെ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ് കൗൺസിലർമാരും മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഭാരവാഹികളും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. എല്ലാ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കണമെന്ന് ഞങ്ങൾ പറയുക. സംവിധാനത്തിന്റെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ മഞ്ചേരി ടൗണിനകത്ത് പൊട്ടിക്കിടക്കുന്ന കുറെ പൈപ്പുകളുണ്ട്. മഞ്ചേരിക്കാർക്ക് കുടിക്കാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വെള്ളപ്പെടലുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ മഞ്ചേരിയിലെ വാട്ടർ അതോറിറ്റിയിലെ പറയുക ചില ജീവനക്കാർ കഴിയാണ്. നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർമാർ പറഞ്ഞു. പരാതി പറയുന്ന കൗൺസിലർമാരോട് ജീവനക്കാർ മോശമായി പെരുമാറുന്നതായും അവർ പറഞ്ഞു. കനത്ത ചൂട് കാരണം വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഇതിനിടയിലാണ് പലയിടത്തും പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. കഴിഞ്ഞ ദിവസം നെല്ലിപ്പറമ്പിലും പൈപ്പ് പൊട്ടി റോഡ് തകരുകയും ചെയ്തിരുന്നു. വർക്ക് നിരന്തരമായി നടത്താൻ കരാറുകാരുടെയും ജോലിക്കാരുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ വല്ലാഞ്ചിറ അബ്ദുൾ മജീദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സക്കീർ വല്ലാഞ്ചിറ, KP ഉമ്മർ, MV അബൂബക്കർ, റിസ്വാന സാദിഖ് കൂളമടത്തിൽ, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് AP ഇസ്മായിൽ, NK അബ്ദുറഹ്മാൻ, MA റഷീദ്, KM ഹുസൈൻ, KM ഹുവൈസ്, KP മുഹമ്മദ് ഇക്ബാൽ, ഫവാസ് കുറിക്കൽ, T ശ്രീജ, നഹീമ എലായി, റംലത്ത് പുളിക്കൽ, വല്ലാഞ്ചിറ ബുഷ്റാബി, നൗസിയ ടീച്ചർ, ഫാത്തിമ തസ്നീം എച്ചേരി, സുബൈദ സക്കീർ, ജയശ്രീ ശങ്കരൻ, സുലൈഖ ജലീൽ, ഫസീല ഫിറോസ്, റജീന മണ്ണയിൽ, ഷാക്കിറ ലത്തീഫ്, സുഷിത പ്രകാശ്, സബാന സലീം, ഉമൈബത്ത് കല്ലായി, മുസ്ലിം ലീഗ് മുനിസിപ്പൽ സെക്രട്ടറി KKB മുഹമ്മദ് അലി, ഭാരവാഹികളായ സലീം മണ്ണിശ്ശേരി, അഡ്വക്കേറ്റ് UA അമീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.